ഐതിഹ്യമാലയിലെ അടുത്ത ഒരു കഥ പാതായിക്കര നമ്പൂതിരിമാരെ പറ്റിയാണ്. പാതായിക്കര നമ്പൂതിരിമാർ അങ്ങാടിപ്പുറത്താണ് താമസിച്ചിരുന്നത്. വെച്ചാൽ നമ്മുടെ മലപ്പുറത്ത് പെരിന്തൽമണ്ണയ്ക്ക് പടിഞ്ഞാറ് വശം തിരുമാന്താംകുന്ന് ക്ഷേത്രം, ആ ഏരിയയാണ് അങ്ങാടിപ്പുറം. അങ്ങാടിപ്പുറത്ത് താമസിച്ചിരുന്നു. ഒരു ചേട്ടനും ഒരനിയനും. ചേട്ടൻ്റെ ഭാര്യ അന്തർജനവും, 3 പേരേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഇവരുടെ പ്രത്യേകത, ഒരാൾക്ക് പന്തിരുനാഴി ചോറ് വേണം. പന്തിരുനാഴി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ 12.25 കിലോ ആണ് ഒരു പന്തിരുനാഴി എന്നുള്ള അന്നത്തെ കണക്ക്. 12.25 കിലോ അപ്രോക്സിമേറ്റ് കേട്ടോ. അതിൽ 100 ഗ്രാം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് പറഞ്ഞേക്കാം ഞാൻ. അപ്പോൾ 12.25 കിലോ ഒരാൾക്ക് ചേട്ടന്, 12.25 കിലോ അനിയന്. അപ്പോൾ എത്രയായി? 24.5 കിലോ ആയി. ഈ അന്തർജനത്തിന് 3/4 കിലോയുടെ ചോറ്, 3/4 കിലോ അരിയുടെ ചോറ്. ഇതാണ് അന്തർജനത്തിന്. ഇത്രയും ചോറ് വയ്ക്കണം, അത് ഈ അന്തർജനം വയ്ക്കണം. വെച്ചുകൊണ്ടിരുന്നു എന്നാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നത്. അത്രയും ചോറ് വയ്ക്കും. 12.25 കിലോയുടെ ചോറ് ഒരു ഇലയിൽ വിളമ്പി ചേട്ടന്, 12.25 ചോറ് അനിയൻ. എന്നിട്ട് ഇതിന് കറി എന്താ? കറിയൊന്നുമില്ല. 12 പച്ചത്തേങ്ങ 2 പേർക്ക്, 12 വീതം പച്ചത്തേങ്ങ 2 പേർക്ക് വയ്ക്കും. ഈ 12 പച്ചത്തേങ്ങയും ഇടത് കൈ കൊണ്ട് പിഴിഞ്ഞ് അവർ ചോറിലൊഴിക്കും. തേങ്ങാപ്പാൽ പൊതിക്കാത്ത തേങ്ങയാണ് കേട്ടോ. പൊതിക്കാത്ത തേങ്ങ പിഴിഞ്ഞങ്ങ് ഒഴിക്കുകയാണ്. 12 എണ്ണം ചേട്ടനും അനിയൻ. അന്തർജനത്തിന് 2 തേങ്ങ മതി, 2 പച്ചത്തേങ്ങ. അത് അവർ തന്നെ സ്വയം പിഴിഞ്ഞ് ഒഴിച്ചോളും. ഇത് കഴിച്ചിട്ട് ആണ് അവർ ജീവിക്കുക. രാത്രിയിലും ഇത് തന്നെ ഭക്ഷണം. രാവിലെ ഭക്ഷണം, ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞില്ല, രാവിലെയും ഉച്ചയുടെയും ഇടയ്ക്ക് ബ്രഞ്ചാണ്. അങ്ങനെ ഒരു ഏർപ്പാടുണ്ടല്ല, അതാണ് ഈ സാധനം. പിന്നെ രാത്രി കറുത്തവാവിൻ്റെ അന്ന് രാത്രി മാത്രം പലഹാരമാണ്. അന്ന് ചോറില്ല, പലഹാരം. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം ഇവർ ഊണ് കഴിക്കാൻ ഇരുന്നപ്പോഴുണ്ട് വേറൊരു നമ്പൂതിരി ഓടി വരുന്നു. എൻ്റെ പൊന്നു ചേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റി. എൻ്റെ പിറന്നാളാണ്. ചേട്ടന്മാരെ അറിയിക്കാൻ ഞാനൊരുത്തിനെ ഏർപ്പാടാക്കിയിരുന്നു. ആ കിഴങ്ങനത് പറയാൻ മറന്നുപോയി. എന്നോട് ക്ഷമിക്കണം. ഇപ്പോൾ ഇവിടെ ഊണ് കഴിക്കരുത്, എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്ന് കഴിച്ചാൽ മതി. ഈ ഏർപ്പാടൊക്കെ ഞാനവിടെ സജ്ജമാക്കിയിട്ടുണ്ട്, ഒരു കുറവും വരുത്തില്ല. ഇത്രയും അടുത്ത മനുഷ്യൻ, പുള്ളിക്കൊരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇവർ അന്തർജനത്തിനോട് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകും, അവിടെ നിന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് പോയി. പോണ വഴിക്ക് ഈ ചേട്ടൻ വിചാരിക്കുകയും ചെയ്തു, ഇന്ന് രാത്രി തണുത്ത ചോറ് ഉണ്ണണം. ശരി പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി. തിരിച്ചു വന്നു. രാത്രി വിളമ്പിയപ്പോൾ നല്ല ചൂടുള്ള ചോറ്, ഫ്രഷ്. അപ്പോൾ ഇയാൾ അന്തർജനത്തോട് ചോദിച്ചു, ഇപ്പോൾ ഉച്ചക്കലത്തെ ചോറ് എവിടെ? ഇതിപ്പോൾ ഉണ്ടാക്കിയതാണല്ലോ. അന്തർജനം കൂളായിട്ട് പറഞ്ഞു, അത് ഞാനങ്ങ് ഉണ്ടു, അത് തണുത്ത് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചേട്ടൻ്റെയും അനിയൻ്റെയും പിന്നെ തനിക്ക് വേണ്ടി ഉണ്ടാക്കിയ 3/4 കിലോ അരിയുടെ ചോറും ഇത്രയും തേങ്ങാപ്പാലും എല്ലാം കൂടെ അന്തർജനം അങ്ങ് തട്ടി. അപ്പോൾ ഇയാൾ വിചാരിച്ചു, എൻ്റെ ഭാര്യ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പറ്റിയ ആളാണ്. വലിയ മല്ലന്മാരാണ് കേട്ടോ. വെറുതെ ഊണ് കഴിക്കുന്നത് മാത്രമല്ല, അത്രയധികം ശരീരവും തടിയും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്, കറുത്തവാവാണ്. അപ്പോൾ കറുത്തവാവിൻ്റെ അന്ന് രാത്രി പലഹാരം ഉണ്ടാക്കുന്നില്ല. ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിറങ്ങി. ഉച്ച കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നേരത്ത് ഈ ആട്ടുകല്ല്, പലഹാരം ഉണ്ടാക്കാൻ വലിയ ആട്ടുകല്ല്, പലഹാരത്തിന് ഇതേ അരി വേണം. അപ്പോൾ ഈ അരി ആട്ടാനായിട്ട് വലിയ ആട്ടുകല്ലുണ്ട്. ആ ആട്ടുകല്ല് ഈ ചേട്ടനൊരു കുസൃതി തോന്നി, ഭാര്യയെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി ഈ ആട്ടുകല്ലെടുത്ത് പൊക്കി ഇങ്ങനെ ഉത്തരത്തിൽ വെച്ചു. വീടിൻ്റെ ഉത്തരത്തിൽ ഇത്രയും വലിയ ആട്ടുകല്ല് ഉത്തരം താങ്ങുമോ എന്ന് ചോദിച്ചാൽ കഥയിൽ ചോദ്യമില്ല, ഐതിഹ്യത്തിൽ ഒട്ടുമില്ല. പാതായിക്കര നമ്പൂതിരിമാരുടെ കാര്യത്തിൽ ചോദ്യം ചോദിക്കരുത്. ഇതാണ്. ഇതെടുത്ത് ഉത്തരത്തിൽ വെച്ചിട്ട് ഇവർ പോയി. ഇവർ രാത്രി പലഹാരം ഉണ്ടാക്കാൻ നോക്കി. വൈകുന്നേരം അരിയാട്ടണ്ടേ, ഈ ആട്ടുകല്ല് കാണുന്നില്ല. ഇതാര് കൊണ്ടുപോയപ്പം എന്നപ്പോൾ നോക്കിയപ്പോഴാണ് ഇത് മുകളിലിരിക്കുന്നത്. ഇതെന്താ ഇവിടെ മുകളിൽ കയറ്റി വയ്ക്കാൻ കാര്യം? എന്തുമാകട്ടെ,
അന്തർജനം ഇതെടുത്ത് താഴെ വെച്ചിട്ട് അരിയൊക്കെ റെഡിയാക്കിയിട്ട് കഴുകി തിരിച്ചവിടെ കയറ്റി വെച്ചു. രാത്രി ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നീ ഈ അരി എങ്ങനെ അരച്ചു എന്ന് ചോദിച്ചു. അല്ല അത് ഞാൻ ആട്ടുകല്ലിൽ. അല്ല ആട്ടുകല്ല് എവിടെ നിന്ന് കിട്ടി? ആട്ടുകല്ല ഉത്തരത്തിൽ വെച്ച് നിങ്ങളാരോ എടുത്ത് വെച്ചതാണോ? എന്താ അത് അവിടെ? ഞാൻ നോക്കിയപ്പോൾ അത് അവിടെ ഇരിക്കുന്നു. പിന്നെ ഞാനത് എടുത്തിട്ട് ഞാൻ അരി ആട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനിവിടെ വെച്ചിരുന്നു ആട്ടുകല്ലോ ആരെടുത്തിടൂ എന്നൊക്കെ ചോദിച്ചു എന്നെ തല്ലാൻ വരുമല്ലോ എന്ന് വിചാരിച്ച് തിരിച്ച് ഞാൻ അവിടെ തന്നെ വെച്ചു. അപ്പോൾ സംഭവം സീരിയസ് ആണ്. അന്തർജനത്തിൻ്റെ ആ വെല്ലുവിളി ഉണ്ടല്ലോ, ഭർത്താവിനെ വെല്ലുവിളിക്കുകയാണ് സ്ത്രീ. കാരണം ഭർത്താവ് ഒരു തവണ ബുദ്ധിമുട്ടി എടുത്ത് ഉത്തരത്തിന് പുറത്ത് വെച്ച ആട്ടുകല്ല് ഇവർ താഴെ എടുക്കുകയും തിരിച്ചവിടെ വയ്ക്കുകയും ചെയ്തു. 2 ഓപ്പറേഷനായി. അത്രയ്ക്കും പിടിക്കുക. അപ്പോൾ ഇങ്ങനെ കീഴടങ്ങി. ഇങ്ങനെ പറഞ്ഞു, അതേ നാളെ മുതൽ താനും 12 ചോറ് കഴിച്ചോ, ഇല്ലെങ്കിൽ ശരിയാവില്ല. 3/4 കിലോയുടെ ചോറ് തിന്നിട്ടാണ് അന്തർജനം ഈ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇനി 12 എന്ന് പറഞ്ഞാൽ 12.25 കിലോ. ശരി ആയിക്കോട്ടെ. അപ്പോൾ 12.25 വെച്ച് 3 പേർക്ക് 36.25 കിലോ അരിയുടെ ചോറാണ് ആ വീട്ടിൽ ഒരു നേരം വയ്ക്കുന്നത്. അതുകൂടാതെ 24 2 26 തേങ്ങ. ഈ അരിയുടെ എണ്ണം കൂട്ടിയ സ്ഥിതിക്ക് തേങ്ങയുടെ എണ്ണം കൂട്ടേണ്ട അന്തർജനത്തിന് 12. അപ്പോൾ 36 തേങ്ങയും 36.25 കിലോ അരിയുടെ ചോറും. വേറെ ഒന്നും വേണ്ട. ദൈവാതിര, അച്ചാറ്, പപ്പടം, മോര്, ഒരു സാധനം വേണ്ട. ഇതൊരു പ്രത്യേകതരം ഭക്ഷണമാണ്. അപ്പോൾ കോഴിക്കോട്ട് നിന്നൊരു നമ്പൂതിരി ഒരു ദിവസം വന്നപ്പോൾ ചേട്ടനും ഇല്ല അനിയനും ഇല്ല. അപ്പോൾ ഈ നമ്പൂതിരി വന്നത് അല്പം കുസൃതിയുമായിട്ടാണ്. കാരണം കോഴിക്കോട്ട് അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് ഏറ്റവും വലിയ ഊണുകാരൻ ഈ നമ്പൂതിരിയാണ്. ഒരു 1/2 കിലോ അരിയുടെ ചോറൊക്കെ പുള്ളി ഉണ്ണും. പക്ഷേ പുള്ളിക്ക് സാമ്പാർ, മറ്റു ഉപദംശങ്ങൾ, അവിയൽ, അത് ഇതൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്. പാതായിക്കരയിലെ നമ്പൂതിരിമാർ ഭയങ്കര ചോറ് തീറ്റിയാന്ന് പുള്ളി കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ ആക്ച്വൽ സംഭവം പുള്ളി കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്കും വിശക്കുന്നുണ്ട്, ചോറ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്തർജനമായതുകൊണ്ട് പുറത്തിറങ്ങുന്നില്ല, അന്യപുരുഷനല്ലേ. അന്തർജനം ഇങ്ങനെ ആകാശത്തേക്ക് കൊണ്ടു, കുളിച്ച് വന്നു കഴിഞ്ഞാൽ ചോറ് തരാം. നമ്പൂതിരി കേട്ടു. പോയി കുളിച്ചൊക്കെ വന്നു. അപ്പോഴത്തേക്ക് ചോറ് റെഡി. ഇവർ കഴിക്കുന്നത്രയും ചോറും ഉണ്ട്, പച്ച തേങ്ങയും വെച്ചിട്ടുണ്ട്. നമ്പൂതിരി നോക്കി കഴിഞ്ഞപ്പോൾ കറിയില്ല, ഒന്നുമില്ല, 2 പച്ച തേങ്ങ വെച്ചിരിക്കുന്നു. അല്ല ഇത് തേങ്ങ എന്തിനാണ് വെച്ചിരിക്കുന്നത്? ഇതിൽ ഒഴിക്കാൻ കറിയൊന്നുമില്ല, ഒന്നുമില്ല. അപ്പോൾ അന്തർജനം വീണ്ടും ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവിടെയൊക്കെ പതിവ് പച്ചത്തേങ്ങ പിഴിഞ്ഞ് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കലാണ്, കറിയൊന്നും പതിവില്ല. അപ്പം നമ്പൂതിരി വിഷമിച്ചു. പച്ചത്തേങ്ങ പിഴിയുന്നത് നാരങ്ങയാണ് പിഴിയാനായിട്ട്. അപ്പോൾ പറഞ്ഞു, അല്ല ഇത് പിഴിയുന്നത് എങ്ങനെ? അപ്പോൾ എണീറ്റ് മാറിയാൽ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്പൂതിരി എണീറ്റ് മാറി നിന്നു. അന്തർജനം പുറത്തു നിന്നു, തേങ്ങ എടുത്ത് അകത്തേക്ക് പോയി. എന്നിട്ട് 2 കൈയിൽ 2 തേങ്ങ പിടിച്ച് വാതിലിൽ കൂടെ പുറത്തേക്ക് ഈ ചോറിലേക്ക് 2 തേങ്ങ അങ്ങോട്ട് പിഴിഞ്ഞു കൈകൊണ്ട്. അപ്പോൾ അതിൻ്റെ ചകിരി, ചിരട്ട എല്ലാം നമ്പൂതിരി നോക്കിയിരിക്കുമ്പോൾ തന്നെ ആന ചവിട്ടുന്ന പോലെ ഇതങ്ങ് ഞെരിഞ്ഞ് വെണ്ണ പോലെയായി, പഞ്ഞി പോലെയായി. ചകിരിയൊക്കെ കംപ്ലീറ്റ് തേങ്ങാപ്പാൽ ഈ ചോറിൽ വീഴുകയും ചെയ്തു. നമ്പൂതിരി കഴിച്ചില്ല എന്ന് വരുത്തിയിട്ട് പ്രാണനും കൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. കാരണം ഈ അന്തർജനത്തിൻ്റെ കയ്യിലെങ്ങാൻ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്പൂതിരിയുടെ ചോര ഇതുപോലെ അങ്ങ് പിഴിഞ്ഞെടുത്തിട്ട് ചകിരി ദൂരെ കളയും. അവിടെ നമ്പൂതിരി സ്ഥലം വരും. ഈ കഥയിൽ ഇത്രയധികം ചോറ് കഴിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്ര ക്വാണ്ടിറ്റി കഴിക്കുന്ന ആൾക്കാർ നേരത്തെ ഉണ്ടായിരുന്നു. കുറഞ്ഞ പക്ഷേ എൻ്റെ മുൻ തലമുറയിലുണ്ടായിരുന്നു കേട്ടോ. പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് ഈ വള്ളപ്പണിക്കാർ, ഊന്നുകാരുണ്ടല്ലോ, കഴുക്കോല് വെച്ച് ഊന്നുന്നവർ, തെങ്ങ് കയറുന്നവർ, പാടം കിളയ്ക്കുന്നവർ. പറമ്പ് കിളയ്ക്കുന്നവരല്ല, പാടം കിളയ്ക്കണം, ചെളിയുള്ള പാടത്ത് കിളയ്ക്കുന്നവർ. വലിയ സൈസൊന്നും അവർക്കുണ്ടാവില്ല, ഉണ്ടാവണമെന്നില്ല. സൈസുള്ളവരുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. പക്ഷേ ഇവരൊക്കെ കഴിക്കുന്ന ചോറിൻ്റെ വലിപ്പം ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. 2-3 ട്രിപ്പായിട്ടാണ്. ഈ പാതായിക്കരയെ പോലെ 12.25 കിലോ അരിയുടെ ചോറ് ഒരുമിച്ച് ഇലയിൽ, ഏതിലയിൽ
ഒരിലയിൽ കൊള്ളില്ല 12 കിലോ അരിയുടെ ചോറ്, എന്ത് വാങ്ങിക്കോട്ടെ. പക്ഷേ നമ്മളൊക്കെ ഇപ്പോൾ കഴിക്കാറുള്ളതിൻ്റെ ആക്ഷേപമില്ലാതെ ഒരു 6-7 ഇരട്ടി ചോറ് കഴിഞ്ഞ തലമുറയിൽ, എൻ്റെ കഴിഞ്ഞ തലമുറയിലുള്ള ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്ന ആൾക്കാർ കഴിക്കുമായിരുന്നു. അധ്വാനിക്കാതെയും അത്രയും കഴിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ചുമ്മാ വരാന്തയിലിരുന്ന് വാചകമടിച്ച് വയസ്സുകാലം തീർക്കുന്ന ചില കാരണന്മാരുണ്ടല്ലോ, ആരൊക്കെയോ സമ്പാദിച്ച് കൂട്ടിയ മുതലുണ്ട്, ഒരു ഉത്തരവാദിത്വവും ഇല്ല. കല്യാണം പോലും കഴിക്കില്ല, കാരണം അതൊരു ഉത്തരവാദിത്തമാണ്. ഇതുപോലും ഇദ്ദേഹത്തിന് പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള കാരണന്മാർ ചുമ്മാ തിണ്ണയിലിരുന്ന് മുറുക്കിയ സമയമൊക്കെ കളയുന്ന അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരും ഊണ് കഴിക്കുന്നതിനൊരു കുറവുമില്ലെന്നേ. ജോലി ചെയ്യുന്നവൻ ചോറ് കഴിക്കുന്നത് നമുക്ക് മനസ്സിലാകും, ജോലി ചെയ്യാതെ ഇത്രയും ചോറ് എങ്ങനെ വയറ്റി പോകുമെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ അവരും കഴിക്കാറുണ്ടായിരുന്നു. ജനറലി ആ ചോറ് കഴിക്കുന്നത് കൂടുതലായിരുന്നു അന്ന്. ഒരുപക്ഷെ അതിന് ഒരല്പം അതിശയോക്തി കലർത്തി പ്രചരിപ്പിച്ച ഒരു കഥയാകാം പാതായിക്കര നമ്പൂതിരിമാരുടെ. ഈ കഥ അവസാനിക്കുന്നത് ഒരു ദിവസം ഈ രാവിലെ കുളിച്ചിട്ട്, അപ്പോൾ അവിടെ അമ്പലത്തിൽ പോകുന്നൊരു പതിവുണ്ട്. രാവിലെ അനിയൻ കുളിച്ച് അമ്പലത്തിൽ പോകാനൊക്കെ തുടങ്ങി. അപ്പോൾ ഒരു ഇടവഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറമ്പ് റേസ്ഡ് ആയിട്ടിരിക്കുകയും അതിൻ്റെ നടുക്ക് കൂടെ നമ്മൾ നടക്കുകയും, രണ്ട് വശത്തും പൊക്കം കൂടിയ പറമ്പാണ്. അങ്ങനത്തെ ഇടവഴി, പാലക്കാട് ഇഡ്ലി എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ നടന്നു വരുമ്പോൾ എതിരെ ആന വരുന്നു. അപ്പോൾ ആന വരുമ്പോൾ ഈ രണ്ടുപേർക്കും കൂടെ പോകാൻ സ്ഥലമില്ല. ആനയുടെ ഇടയ്ക്ക് കൂടെ പാതായിക്കര നമ്പൂതിരിക്ക് പോകാൻ പറ്റില്ല, കാരണം ഇങ്ങനൊരു കുട്ടി ആനയാണല്ലോ. അപ്പോൾ ആനക്കാരനോട് പറഞ്ഞു, ആനയെ പുറകോട്ട് നടത്തിക്കടാ, കാരണം പാതായിക്കര നമ്പൂതിരി ആർക്കും വഴിമാറിയും കൊടുക്കില്ല, പുറകോട്ട് നടക്കില്ല, ആന പുറകോട്ട് നടക്കണം എന്ന് പറഞ്ഞിട്ട് ആനയുടെ മസ്തകത്തിൽ പിടിച്ച് പുറകോട്ട് തള്ളി. പുറകോട്ട് പോകുന്നില്ല, കാരണം പുറകിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് തള്ളി പിടിച്ചിരിക്കുന്നു. എന്നിട്ട് പുറകിൽ നിന്നൊരു ചോദ്യം, ആരാ അവിടെ മുമ്പിൽ, അനിയനാണോ? അതേ ചേട്ടാ, ഞാനാണ്. ഓ, അപ്പോൾ ചേട്ടൻ നമ്പൂതിരി നേരത്തെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് തിരിച്ചു വരുന്നു. ചേട്ടൻ നമ്പൂതിരിയുടെ മുമ്പിലാണ് ഈ ആന, അല്ല മുമ്പിലെ ഈ ആന, അനിയൻ നമ്പൂതിരി നേരെ എതിരെ വരുന്നു. അപ്പം ഇങ്ങനെ മുഖാമുഖം നിൽക്കുന്നു. അപ്പം എന്തു ചെയ്യും? ചേട്ടൻ നമ്പൂതിരി വഴിമാറില്ല, അനിയൻ നമ്പൂതിരിയും വഴിമാറില്ല. നീ മുമ്പിൽ നിൽക്കുകയല്ലേ? അതെ. നീ ഒന്ന് അമർത്തി പിടിച്ചോ. അനിയൻ അമർത്തി പിടിച്ചു മസ്തകത്തിൽ, ചേട്ടൻ പുറകിലും പിടിച്ചു. ആന ഇങ്ങനെ രണ്ടു വശത്തും പ്രസ്സായി, രണ്ടുപേരും കൂടെ പൊക്കിയിട്ട് ആനയെ കയ്യാലപ്പുറത്ത് ആ പറമ്പിലേക്ക് അങ്ങ് നിർത്തും. ഇങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ഇത്രയധികം ചോറ് തിന്നുന്ന ആൾക്കാർ ഇത്ര വലിയ ആനയും പൊക്കുമെന്ന് നമുക്ക് വിചാരിക്കാം, അല്ലേ? പക്ഷേ ഒരു കാര്യം മലയാളികൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ടെസ്റ്റ് ഡോസായിട്ടെങ്കിലും ചോറും തേങ്ങാപ്പാലും മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കുക, 1, 2, 3 ദിവസം. ഒരുപക്ഷെ കയറി അങ്ങ് ക്ലിക്ക് ചെയ്താലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഞാനൊക്കെ ഇങ്ങനെ എല്ലും തോലുമായിട്ടിരിക്കുന്നു, ഇനിയിപ്പോൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. പക്ഷേ ചെറുപ്പക്കാർ ചോറും ഈ തേങ്ങാപ്പാലും മാത്രം, ഉപ്പ് പോലും ചേർക്കരുത്, മുളകും വേണ്ട, ഒന്നും വേണ്ട, ഒന്ന് കഴിച്ച് നോക്കിയാലോ. ചിലപ്പോൾ ക്ലിക്ക് ചെയ്താൽ, ഏതായാലും ഇത് വിഷമൊന്നുമല്ല കേട്ടോ, നമ്മൾ അരളിപ്പൂവിലുള്ളതുപോലെ വിഷമൊന്നും ഇതിലില്ല. ചോറും തേങ്ങാപ്പാലുമാണ്. ഇതിലൊരു കാര്യം, ഇത് പച്ചരിയുടെ ചോറാണോ പുഴുക്കലരിയുടെ ആണോ എന്ന് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടും പരീക്ഷിക്കാം. തേങ്ങാപ്പാലിന് നല്ല സ്വാദാണ്, കുഴപ്പമൊന്നുമില്ല, നമ്മളൊക്കെ കഴിക്കുന്നതാണല്ലോ. അപ്പോൾ അത് നോക്കുക. ഈ പച്ചത്തേങ്ങ പിഴിയാൻ നടക്കുന്ന കാര്യമല്ല, നമ്മളാരും വിചാരിച്ചാൽ സാധിക്കില്ല. ഇനി പച്ചത്തേങ്ങ പിഴിയുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. തേങ്ങാപ്പാൽ മാത്രമല്ല, ഈ ചകരിയുടെ ചാറും കൂടെ അതിൽ വരും. പച്ചത്തേങ്ങയുടെ ചകരിക്കൊരു ചാറുണ്ട്, ചിരട്ടയ്ക്കും ഒരു ചാറും ഒരു സ്വാദുമുണ്ട്. ചിരട്ട വെറും കല്ലാണെന്ന് വിചാരിക്കേണ്ട, അത് തല്ലിപ്പൊട്ടി കഴിഞ്ഞാൽ ചെറിയൊരു നീരുണ്ട് ചിരട്ടയ്ക്ക്. ഇതെല്ലാം കൂടെ ചേർന്നതാണ് പാതായിക്കര നമ്പൂതിരിമാർ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് വെട്ടി പീസാക്കി വല്ല മിക്സിയിലിട്ടോ അരച്ചോ ഒക്കെ എടുക്കേണ്ടിയൊക്കെ വരും. അതെങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചകരിയുടെ നീര് അതിന് പ്രത്യേകിച്ച് സ്വാദോ ദുസ്വാദോ ഒന്നും തന്നെ ഇല്ല, ബട്ട് പ്ലസൻ്റാണ് അതിൻ്റെ സ്മെല്ല്. ഞാൻ ചവച്ച് നോക്കിയിട്ടുണ്ട്, നമ്മുടെ ഈ കരിക്കിൻ്റെയൊക്കെ കഷ്ണമൊക്കെ ചവച്ച് നോക്കുക, ഒരു നീര് വരും.
അത്ര ദുസ്വാദൊന്നുമില്ല. എന്നാൽ നല്ല ടേസ്റ്റ് എന്ന് പറയാനും ഇല്ല. ഒരു ന്യൂട്രൽ സാധനമാണ്, ബട്ട് ഇറ്റ് ഈസ് ദയർ. അതിന് വല്ല ഔഷധ ഗുണമുണ്ടോ? ചിരട്ടയിൽ നിന്ന് കിട്ടുന്ന നീരിന് വല്ല ഔഷധ ഗുണമുണ്ടോ? പച്ചത്തേങ്ങയാണ്, ഉണക്കത്തേങ്ങയല്ല പറഞ്ഞിരിക്കുന്നത്. പച്ചത്തേങ്ങയുടെ തൊണ്ടിന് മാത്രമേ ഈ നീരുണ്ടാവുള്ളൂ. ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോയല്ലോ, ആ തൊണ്ട് പിന്നെ കത്തിക്കാനേ കൊള്ളുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് ആർക്കെങ്കിലും പരീക്ഷിച്ച് നോക്കിയാൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ പരീക്ഷിച്ച് നോക്കിക്കോട്ടെ പിൻതലമുറ എന്ന് വെച്ചായിരിക്കാം ഈ പാതായിക്കര നമ്പൂതിരിയുടെ അതിശയോക്തി കലർന്ന ഒരു കഥ കൊട്ടാരത്തിൽ ശങ്കുണ്ണി നമുക്കായിട്ട് വിളമ്പിയിരിക്കുന്നത്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ക്ലിക്ക് ചെയ്തൊന്ന് വരും. താങ്ക് യു.